വയനാട് പാക്കേജ് ഒക്കെ ഇത്തവണ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ വല്ല അനക്ഷറിനകത്തോ വല്ല പേജിനകത്തോ അല്ല. ഞാൻ ഇത്രയും നേരം പ്രസംഗം കേട്ടു. പ്രസംഗത്തിനകത്ത് കേരളം എന്നുള്ള വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞത് എനിക്ക് സംശയമാണ്. ബീഹാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടു, അപ്പോൾ വാക്ക് കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദാംശ കണക്കുകളൊന്നും കൂടെ നോക്കേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ പഠിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആകും. പക്ഷേ ഒരേ ഉറപ്പാണ്, പൊതുവെ ഇത് വളരെ നിരാശാജനകമാണ്. ലിബറൽ സാമ്പത്തിക നയങ്ങൾ അവശേഷിക്കുന്ന നിയമങ്ങളും കൂടെ എടുത്തു കളഞ്ഞുകൊണ്ട് കുറേ കൂടി വ്യാപാരം ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. അതെ, പക്ഷേ 50-നകത്ത് കേരളം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. 50 സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചു, 50 പ്രഖ്യാപിച്ചു. അതിന് സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തോടു കൂടിയാണ്. മിക്കവാറും സംസ്ഥാനം സഹായം കൊടുക്കേണ്ടി വരും കൂടുതലായിട്ട്. സംസ്ഥാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് 50 പ്രഖ്യാപിക്കാൻ പോകുന്നത്. ചെറുകിട സംരംഭങ്ങൾക്കൊക്കെ തന്നെ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വലിയ പ്രോത്സാഹനം. വലിയ പദ്ധതിയൊന്നും പ്രഖ്യാപിച്ചില്ല. ലക്ഷക്കണക്കിന് സംഭവങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാര്യത്തിനകത്ത്. കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വളർച്ച കുറഞ്ഞുമ്പോഴാണ് എക്കണോമിക് സർവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കണം. ഈ വയനാട് ഉൾപ്പെടെ കേരളം നിരവധി ആവശ്യം വെച്ചില്ല. വയനാട് ഉൾപ്പെടെ നിരവധി ആവശ്യം, അവിടെ ഒന്നും തന്നെയും ഒന്നും വന്നില്ല, ഒന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഈ പറഞ്ഞ പോലെ പേജിനകത്ത് എവിടെ ഉണ്ടോ പ്രസംഗത്തിനകത്ത് എവിടെയുമില്ല. പ്രസംഗത്തിനകത്ത് ബീഹാർ പറഞ്ഞതിൻ്റെ 10-1 പോലും ഒരിക്കൽ പോലും കേരളം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ബീഹാർ ബജറ്റായിട്ടാണോ അതിനെ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവിൽ ഇലക്ഷനിലാക്കിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് ബജറ്റാണ്.